5000 രൂപയുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്, വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സാണ് ഇവിടെ പറയുന്നത്. ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് 80% പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. മാർക്കറ്റിൽ ഓൾറെഡി ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിമാൻഡ് കിട്ടുന്ന പ്രോഡക്റ്റാണ്. കൂടാതെ വീട്ടുകാർക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഏതാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഗ്ലാസ് ക്ലീനർ ആണ്. കാരണം നമ്മളുടെ എല്ലാം വീടുകളിൽ ഒരുപാട് ഗ്ലാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വിൻഡോയ്ക്കാണെങ്കിലും ഡോറിനാണെങ്കിലും സ്ലൈഡറാണെങ്കിലും ഒരുപാട് ഗ്ലാസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ പാടാണ്. അതുകൂടാതെ തന്നെ നമ്മളുടെ വാഹനങ്ങളുടെ ഗ്ലാസ്, കാറാണെങ്കിലും അങ്ങനെയുള്ള വാഹനങ്ങൾക്കുള്ള ഗ്ലാസും ക്ലീൻ ചെയ്തെടുക്കാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും ആദ്യം വേണ്ടത്, ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത്, ഏറ്റവും ആദ്യം വേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. 500 ml വേണം. പിന്നെ വേണ്ടത് ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ ആണ്. അത് 200 ml വേണം. അത് 99% മേടിക്കേണ്ടത്. കെമിക്കൽ ഷോപ്പിൽ പറഞ്ഞു തന്നെ മേടിക്കണം. പിന്നെ വേണ്ടത് ലിക്വിഡ് ഡിഷ് സോപ്പാണ്. അത് വേണ്ടത് നമുക്ക് 10 ml ആണ്. പിന്നെ വേണ്ടത് വിനാഗിരി, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വിനാഗിരി വേണം 50 ml. ബ്ലൂ കളർ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം നമുക്ക് 2-3 തുള്ളി വേണ്ടി വരും. പിന്നെ വേണ്ടത് നമുക്ക് ഫ്രാഗ്രൻസ് ആണ്. ഏതെങ്കിലും മണം കൊടുക്കണമെങ്കിൽ നമുക്ക് ഫ്രാഗ്രൻസ് ഉപയോഗിക്കാം. അതും 2 ml മതിയാകും. അപ്പോൾ 1 ലിറ്റർ ഗ്ലാസ് ക്ലീനർ ഉണ്ടാക്കാനുള്ള ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ 500 ml ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു വലിയ കുപ്പിയിൽ ആക്കി വെക്കുക. ശേഷം അതിലേക്ക് 200 ml ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ ചേർക്കുക. ഈ ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ നമ്മളുടെ തൊട്ടടുത്തുള്ള ടൗണിലെ കെമിക്കൽ ഷോപ്പിൽ ലഭ്യമാകുന്നതാണ്. കൂടുതലെങ്ങും പോകേണ്ട കാര്യമില്ല. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് 50 ml വിനാഗിരി ഇരിപ്പുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓരോ പ്രാവശ്യം ചേർക്കുമ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് 3 ചേർത്ത് കഴിയുമ്പോൾ നമ്മളുടെ ഡിഷ് സോപ്പ് 10 ml ഉള്ളത് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് 2-3 തുള്ളി ബ്ലൂ ഡൈ കിട്ടും, കളറാണ്, അത് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് ഫ്രാഗ്രൻസ് നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയാൽ മാത്രം മതിയാകും. നിങ്ങളുടെ പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇതിന് ഉപയോഗിക്കേണ്ടത് നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് വെള്ളത്തിൽ കലർത്തി നമുക്ക് ഗ്ലാസുകൾ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ അടിപൊളിയായിട്ട് ഗ്ലാസ് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൗണിൽ തന്നെ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് നമുക്ക് 500 ml 1 ലിറ്ററിൻ്റെ ബോട്ടിലുകൾ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ വലിയ ജാറുകളിൽ കൊടുക്കേണ്ട, ഇപ്പം ഹോസ്പിറ്റൽസ് അതുപോലെയുള്ള ലോഡ്ജസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ജാറുകളിൽ കൊടുക്കേണ്ടതായിട്ട് വരും. 5 ലിറ്ററൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ജെറി ക്യാൻ കിട്ടും, ജാറ് കിട്ടും, അത് വാങ്ങിക്കാവുന്നതാണ്. ഇതിനുശേഷം ഇതിൻ്റെ പുറത്ത് ഇതിന് പറ്റുന്ന തരത്തിലുള്ള സ്റ്റിക്കർ ഉണ്ടാക്കി ഒട്ടിക്കുക. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളും, പേര്, നമ്മളുടെ കമ്പനിയുടെ പേര്, കോൺടാക്ട് നമ്പർ, ഇതൊക്കെ വെച്ച് നമ്മൾ ആ ലേബൽ ഉണ്ടാക്കി അതിൽ ഒട്ടിക്കുക. ഇത്രയുള്ള പരിപാടി. നിങ്ങളുടെ പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ലാഭത്തിൻ്റെ ഒരു കണക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് ഏകദേശം 1 ലിറ്റർ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് 60 രൂപയ്ക്കുള്ളിൽ ചിലവാകും. അത് തന്നെ എക്സ്ട്രീമാണ്. 60-ൽ താഴെയാണ് നിൽക്കുന്നത് 1 ലിറ്ററിന്. ഈ 60 രൂപയ്ക്ക് ഉണ്ടാക്കിയ ഈ 1 ലിറ്റർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അതിൻ്റെ MRP എന്ന് പറയുന്നത്, നമുക്ക് 500 ml വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 500 ml 120 രൂപ MRP ഇടാൻ പറ്റും. നമുക്ക് വീടാന്തരം വേണമെങ്കിൽ വിൽക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അയൽക്കൂട്ടങ്ങൾ മുഖാന്തരം വിൽക്കാം. ഇനി അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോട്ടലുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ആളുകൾ താമസിക്കുന്ന ഹോട്ടലുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ ലോഡ്ജുകൾ, ഹോസ്പിറ്റലുകൾ, വലിയ വലിയ ഓഫീസുകൾ, ഗ്ലാസ് കൊണ്ട് മൂടപ്പെട്ട ഒരുപാട് ഓഫീസുകളുണ്ട്. അവയൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.